ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു GTA 5 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ രാത്രി ഇന്നൊരു നൈറ്റ് ഡ്രൈവിന് പോകാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോസ് ആൻഡോസിലാണെങ്കിൽ ഒരു കാക്കയാണെങ്കിൽ ലോട്ടറി വിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അതിൽ നമുക്ക് ആ ലോട്ടറിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകണം. ലോട്ടറി അതായത് ഓണം ബമ്പറാണെന്നാണ് പറഞ്ഞത്. ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോസ് ആൻഡോസ് ഈ വീട് നമുക്ക് മാറ്റി നല്ല ലക്ഷറി ലൈഫ് നമുക്ക് ജീവിക്കാം. അവിടെ നമുക്ക് ലോട്ടറി എടുക്കാൻ വേണ്ടി പോകട്ടോ ഗൈസ്. അപ്പോൾ നമ്മളേതായാലും ഇപ്പോൾ ലോസ് ആൻഡോസ്ക്ക് പോയിട്ട് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞത്. ഇവിടെ അടുത്ത ആൾ ലോട്ടറി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് അയാളുടെ വീട്, ഇവിടെയാണ് അയാൾ ലോട്ടറി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഏതായാലും നമുക്ക് അയാളുടെ അടുത്തേക്ക് പോയിട്ട് 2-3 ലോട്ടറി ഒക്കെ വാങ്ങി വരാം. സോ ഗൈസ്, അപ്പോൾ നമ്മളേതായാലും ലോട്ടറി വെക്കുന്ന ആളുടെ അടുത്തേക്ക് വന്നിക്കണ്. കണ്ടോ, ഇയാളാണ് ഈ ലോട്ടറി വെക്കണമെന്ന് പറഞ്ഞത്. ഇയാൾ ഞാൻ വന്നപ്പോഴാണെങ്കിൽ പേരും ഫോണുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് നോക്കാം. ഇയാളുടെ അടുത്ത് നിന്ന് ഒരു ലോട്ടറി കയ്യും കാലും പിടിച്ച് ഇയാളുടെ അടുത്ത് നിന്ന് ഒരു ലോട്ടറി വാങ്ങേണ്ടി വരും. കാരണം ഇത് അങ്ങനെ ആൾക്കാർക്കൊന്നും വിൽക്കണമല്ല, ഇത് ഓണത്തിൻ്റെ ലോട്ടറിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. എന്ത് $5 ലക്ഷം? ഇയാൾ ചോദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $5 ലക്ഷം തന്നാലേ ഒരു ലോട്ടറി തരുള്ളൂ എന്ന് പറഞ്ഞത്. ഏതായാലും നമുക്ക് ഇങ്ങോട്ട് ലോട്ടറി അങ്ങനെ അടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ബാലൻസ് നോക്കുകയാണെങ്കിൽ $4 ലക്ഷത്തി എത്ര നോട്ടെ $4,48,000 ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ $5 ലക്ഷം വേണം. $5 ലക്ഷം ആവണമെങ്കിൽ എന്താപ്പം നമുക്ക് ചെയ്യാം? ഇതിലൊരു $52,000 കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഫ്രാങ്ക്ലിന് കണക്ക് കൂട്ടാനൊന്നും അറിയില്ല, അതാണ് തോന്നുന്നത്. $52,000 കൂടി ആയിക്കഴിഞ്ഞാൽ $5 ലക്ഷം ആവും. പക്ഷേ ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ കിട്ടണത് $20 മില്യൺ ആണ് ലോട്ടറി അടിച്ചാൽ കിട്ടുക. ഈ ലോട്ടറി അങ്ങനെയൊന്നും ആൾക്കാർ എടുക്കില്ല. ലോസ് ആൻഡോസ് റിച്ച് ആൾക്കാർ മാത്രമേ ഈ ലോട്ടറി എടുക്കുള്ളൂ. ഓക്കെ, ഏതായാലും നമുക്ക് നാളെ രാവിലെ നീച്ചിട്ട് ഈ ഒരു $52,000 എങ്ങനെയും ഉണ്ടാക്കാൻ നോക്കണം. അതിന് മുമ്പ് നമുക്ക് ഏതായാലും വീട്ടിൽ പോയി ഇപ്പം മനസ്സമാധാനത്തോടെ ഒന്ന് കടന്നുറങ്ങാം. ഒന്ന് വീട്ടിലേക്ക് ഏതായാലും ഒന്ന് എത്തട്ടെ. ലോട്ടറി അടിച്ചിട്ട് വേണം ഈ ബൈക്കൊക്കെ ഒന്ന് മാറ്റാൻ. ഈ ബൈക്കിനൊക്കെ ഇന്ത്യകളിലും പ്രായമുണ്ട്. കണ്ടോ, എത്ര വർഷമായി ഈ ഒരു പച്ച ബൈക്കും കൊണ്ട് ഞാൻ നടക്കണം. ഏതായാലും ഇത് മാറ്റിയിട്ട് എനിക്കൊരു GTA ഒക്കെ എടുക്കണം എന്നുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് അവിടെ നിന്ന് കിടന്നുറങ്ങിയിട്ട് ഇതൊക്കെ ആലോചിക്കാം. $5 ലക്ഷം പിന്നെ ഫ്രാങ്ക്ലിന് ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യമുണ്ട്. കാരണം ഈ വീടും ഫ്രാങ്ക്ലിന് ഉണ്ടാക്കിയല്ല, ഇത് നമുക്ക് ലെസ്റ്റർ എന്ന വീടാണ്. കണ്ടോ, അല്ലെങ്കിൽ ഫ്രാങ്ക്ലിന് ഈ വീടൊന്നും ഉണ്ടാക്കാനുള്ള പൈസയൊന്നുമില്ല. ലെസ്റ്റർ എന്ന വീടാണ്. ഏതായാലും ഫ്രാങ്ക്ലിന് ഭാഗ്യമുണ്ട്. ഏതായാലും നമുക്ക് ഇന്നൊന്ന് പോയി കിടന്നുറങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനേതായാലും കിടന്നുറങ്ങി. ഇനി നാളെ രാവിലെ ആലോചിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ എണീച്ച് ഒരു കിടിലൻ രാവിലെ കണ്ടോ, നല്ല രാവിലെ തന്നെ നീച്ചപ്പോൾ ഒരു പ്ലെയിന് പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും വിഷയത്തിൽ നിന്ന് നമ്മൾ മാറി. നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $52,000 അതാണ് ഇന്നത്തെ ടാർഗറ്റ്. $52,000 ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ് കാര്യത്തിൽ, അതും ഈ ലോസ് ആൻഡോസിൽ. ഇതിൽ നമുക്ക് എന്തെങ്കിലും പണി കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോവാം. ഏതായാലും വീട്ടിൽ പോയിട്ട് നമുക്ക് പണി കിട്ടുമെന്ന് നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഇത് നമ്മളെ നെയ്ബറിൻ്റെ വീടാണ്, ഇവിടെ പണി കിട്ടാൻ സാധ്യതയില്ല. ഏതായാലും നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനേതായാലും കുറേ ആയി ഇപ്പോൾ അലഞ്ഞ് നടക്കണ്. എനിക്ക് ഇങ്ങോട്ട് പണിയൊന്നും കിട്ടണില്ല. അപ്പോൾ ഏതായാലും അങ്ങോട്ട് തന്നെ കയറി പണി ചോദിക്കേണ്ടി വരും. ഏതായാലും ഞാൻ നമ്മുടെ നമ്മളെ നെയ്ബറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അയാളെ വണ്ടിക്ക് എന്തോ ഓയിൽ ലീക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിനി. ഏതായാലും നമുക്ക് ആ നെയ്ബറിനെ വിളിച്ചു നോക്കാം. ഹലോ അണ്ണ, വാസുണ്ണ, എന്താ വർത്താനം? സുഖല്ലേ? അപ്പോൾ ഞാൻ പുതിയൊരു പണി ഇറങ്ങിയിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നന്നാക്കി തരാം. നിങ്ങളെ വണ്ടിക്ക് എന്തോ ഓയിൽ ലീക്ക് ഉണ്ട് പറഞ്ഞിട്ടില്ലേ? വണ്ടി നന്നാക്കണല്ലേ? അപ്പൊ ഏതായാലും നീ എന്തായിക്കോ പൈസ അങ്ങോട്ട് അയച്ചു തരാൻ കേട്ടോ. ഓ, നമ്മുടെ അണ്ണൻ ഓഫീസിലുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഏതായാലും എന്നോട് വണ്ടി നന്നാക്കാൻ പറഞ്ഞേക്കണേ. എന്തായാലും നമുക്ക് നോക്കാം, വണ്ടിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. വണ്ടി മുന്നിൽ പാർക്ക് ചെയ്യേണ്ടതാണല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി കണ്ട് ഈ വണ്ടിക്കാണ് എന്തോ ഓയിൽ ലീക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ. ഏതായാലും നമുക്ക് വണ്ടി ഫുള്ളാതൊന്ന് ചെക്ക് ചെയ്യാം. ഇത് കണ്ടിട്ട് ഒരു ഇന്നോവൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ഹെൽമെറ്റ് വരി. അപ്പോൾ ഏതായാലും നമുക്ക്
ഈ ഒരു വണ്ടി ഒന്ന് നന്നാക്കി എടുക്കണം. ഈ വണ്ടിൻ്റെ അടിക്ക് അതിന് ഇറങ്ങണം. ഫ്രാങ്ക്ലിന് ഒരു റിച്ച് മാനായിട്ട് ഇത്രയും ചീപ്പ് പരിപാടിയൊന്നും ഫ്രാങ്ക്ലിൻ ചെയ്തിട്ടില്ല. ഏതായാലും ഇന്ന് ചെയ്യേണ്ട അവസ്ഥ വന്നു. കാരണം ആ ഒരു ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യണത്. ഏതായാലും അയാൾ അതിൻ്റെ ഇടയ്ക്ക് ഓലിനെ തട്ടിട്ടൊക്കെ അത് വിടാം. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു ഓണർ, കാറിൻ്റെ ഓണർ ഓഫീസ് പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ കണ്ടത് ഇവിടെ ഫുള്ള് ഓയിൽ ലീക്ക് ആയിക്കണ്. ഓഫീസ് പോയതുകൊണ്ടാണ് എന്നോട് ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞത്. ഏതായാലും നമുക്ക് കാറിൻ്റെ അടിക്കൊന്ന് കയറി വെക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. വണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാര്യമായിട്ട് നമ്മുടെ അണ്ണൻ നോക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണത് ആകാശത്തേക്കാണ്. നോക്കാം. ഫ്രാങ്ക്ലിൻ പിന്നെ കിടുവായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണുന്നുണ്ടാവും. എന്തൊക്കെയാ പിടിച്ച് തിരിക്കാനൊക്കെ നോക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതായാലും നമ്മുടെ ഫ്രാങ്ക്ലിന് വണ്ടി നന്നാക്കിക്കണെന്നാ തോന്നണേ. എനിക്കേതായാലും ഉള്ളിൽ കാണാത്തതുകൊണ്ട് കൺഫേം ഒന്നും ആയിട്ടില്ല. നന്നാക്കിക്കണെന്നൊക്കെയാണ് തോന്നണേ. ഇതാണ് വണ്ടി. ഇപ്പോൾ ഓയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കുന്നാ തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഫസ്റ്റത്തെ വർക്ക് കഴിഞ്ഞിക്കണ്. ഇനി അയാൾ ഗൂഗിൾ പേ ഇട്ടേരേ കാര്യം പൈസ അതൊന്നും എനിക്കറിയില്ല. പിന്നെ ഇയാളെല്ലാം റിച്ച് മാനാണ്. നോക്കാം ഏതായാലും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് അയാളെ ഒന്ന് വിളിച്ച് നോക്കാം ഒന്നുകൂടി. ഹലോ വാസുണ്ണ, ഞാൻ വണ്ടി ഏതായാലും ഫുള്ള് നന്നാക്കി എടുത്തേക്കണ്. അപ്പോൾ ഏതായാലും ആ പൈസ ഒന്ന് ഗൂഗിൾ പേ ചെയ്തേക്ക്. അതൊക്കെ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും $50 അയാളെ അയച്ചു തന്നിക്കണ്. അപ്പോൾ ഏതായാലും നമുക്ക് ആ വീട്ടിൽ തന്നെ പോയിട്ട് ആ ഒരു ലോട്ടറി കാര്യങ്ങളൊക്കെ വാങ്ങി വരാം. അപ്പോൾ ഏതായാലും ലോട്ടറി കാര്യങ്ങളൊക്കെ അയാൾ തരും. അത് അയാൾ പോയിക്കൊണ്ടിരിക്കണ്. ഈ ഒരു ലോട്ടറി അടുത്ത മാസമായിട്ടാണ് അറിയാതെ തോന്നുന്നുണ്ട്. അടുത്ത മാസമാണ് എൻ്റെ റിസൾട്ട് അറിയാം. ഏതായാലും നമുക്ക് അവിടെ വീട്ടിൽ പോയിട്ട് അതായത് $20 million കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഈ ലോസ് ആൻഡോസിലെ എല്ലാ കാറും കാരണപ്പോൾ നിൻ്റെ കാറ് പൊട്ടി. ലോസ് ആൻഡോസിലെ എല്ലാ കാറും ഞാൻ വാങ്ങും. ഏതായാലും നമുക്ക് അവിടെ വീട്ടിൽ തന്നെ പോയി നോക്കാം. പിന്നെ ഷിൻജാനെ ഈ വിവരം അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഷിൻജാനും കാര്യങ്ങളൊക്കെ വന്നിക്കണ്. അവിടെ ഷിൻജാനെ ഞാനിന്നൊരു കിടിലൻ കാര്യം ചെയ്തവിടെ. ഷിൻജാനെ എന്താ ഫ്രാങ്ക്ലിൻ, ഞങ്ങൾ രാവിലെ ഇപ്പൊ മീൻ വാങ്ങിയോ? മീൻ വാങ്ങാനോ? അതൊന്നല്ല ഷിൻജാനെ, ഞാനിന്ന് ഒരു ലോട്ടറിയും കാര്യങ്ങളൊക്കെ വാങ്ങി. അതായത് ഈ ലോട്ടറി ഇവിടെ ലോസ് ആൻഡോസിലാകെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ലോട്ടറി കിട്ടണ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ ആ ഒരു ലോട്ടറിയും കാര്യങ്ങളൊക്കെ വാങ്ങി. ആ ഒരു ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ $20 million നമുക്ക് കിട്ടുക. പൊട്ടന് പിന്നെ $20 million എത്രയാണെന്നും കൂടി അറിയില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഗൈസ്, അപ്പം നമ്മളാണ് ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ ലോസ് ആൻഡോസ്ക്ക് വന്നൊക്കെയാണ്. ഇത്രയും കാലം ഞാൻ മറ്റേ നമ്മുടെ അതായത് നമ്മൾ പലേറ്റോബയിലേക്ക് ട്രിപ്പ് പോയതേനി. ഞാനും ഷിജാനും ചോപ്പും ഒക്കെ പാടെ നമ്മൾ ട്രിപ്പ് പോയതേനി. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും നമ്മുടെ ലോട്ടറിയും കാര്യങ്ങളൊക്കെ എനിക്ക് അടിച്ചിക്കണോ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ലോട്ടറിൻ്റെ ഡേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം. ഏതായാലും ഇവരെ വിളിക്കണ്ട, ഇവരെ രണ്ടാളെയും വിളിക്കണ്ട. അപ്പോൾ ഏതായാലും നമുക്ക് പോവാം. ഷിൻജാൻ ഏതായാലും നമുക്ക് വണ്ടി കയറ്റുന്നുണ്ട് കേട്ടോ. ഷിൻജാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോട്ടറിയൊക്കെ ആകെ കൊളാക്കി വിടും. ഏതായാലും നമുക്ക് ഞാനിന്നൊരു കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വന്നിക്കണേ. ഇന്ന് ലോട്ടറി എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എവറി ഡോഗ് ആസ് എ ഡേ അറിയില്ല. അപ്പോൾ ഇന്ന് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഡേ ആക്കാരത്. ഏതായാലും നമുക്ക് ലോട്ടറിൻ്റെ റിസൾട്ട് അവിടെ ഒരു ബോർഡിൽ ഒട്ടിച്ചേക്കും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ലോട്ടറിൻ്റെ റിസൾട്ട് ഈ ഒരു വീട്ടിലാണ് കിട്ടുകയെന്ന് പറഞ്ഞത്. ഈ ഒരു ചേച്ചിയൊക്കെ നമുക്ക് റിസൾട്ട് തരിക. ആ ചേച്ചി ഏതായാലും ആ ലോട്ടറിന്റെ ആ റിസൾട്ട് എനിക്കും തരും. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ചേച്ചി ഇപ്പൊ കയ്യിൽ ബുക്കും പൊടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നിനക്കോടാ ലോട്ടറി അടിച്ചത്. എന്റെ മോനെ ഫ്രാങ്ക്ലിനോ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ലോട്ടറി വിൻ ചെയ്തത് ഈ കാണുന്ന ഫ്രാങ്ക്ലിൻ എന്നാണ് അതിൽ എഴുതിയത്. ഞാനന്ന് പ്ലാൻ ചെയ്ത അതേപോലെ തന്നെയാണ്. എന്താ പോലീസുകാർ ടാക്സ് ആണോ? നമുക്ക് പൈസ കിട്ടിയത് ടാക്സ് ആണല്ല ഗൈസ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ലോട്ടറി അടിച്ച് അതായത് $20 million. അപ്പോൾ ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ റിച്ച് മാൻ ഇപ്പോൾ ഞാനാണ്. അപ്പോൾ ഏതായാലും അന്ന് $5 lakh ചിലവാക്കിയത് എന്തായാലും നന്നായി. അതിനു വേണ്ടി ഇന്ന് ലോട്ടറി അടിച്ച് $20 million ബ്രോ. $20 million ബ്രോ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ലോസ് ആൻഡോസിൻ്റെ പകുതിയൊന്നും അല്ലല്ലോ. അതായത് നല്ല ഒരു വീടും നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ വെക്കാൻ പറ്റും. $20 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലോസ് ആൻഡോസിൻ്റെ കാൽ ഭാഗം നമുക്ക് വാങ്ങാം. ഈ സിറ്റി മൊത്തം നമുക്ക് വാങ്ങാൻ കഴിയും. അത്രയും പൈസ ഉണ്ട്. $20 million പറഞ്ഞാൽ. ഏതായാലും ഞാൻ ഈ ഒരു കാര്യം നമ്മുടെ ചോപ്പിനോട് പറയട്ടെ. അവിടെ ചോപ്പ് നമുക്ക് ലോട്ടറി അടിച്ചിട്ട് ചോപ്പ്. അതായത് ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ റിച്ച് മാൻ ഇപ്പൊ ഞാനാണ്. ഈ ഫ്രാങ്ക്ലിനാണ്. ഇവന് തിന്നണ തന്നെ ഉള്ളല്ലോ. അവിടെ ഷിൻചാനെ ലോസ് ആൻഡോസിലെ ലോട്ടറി അടിച്ച് $20 million. എനിക്കെന്നെ അടിച്ച്. അപ്പൊ ഏതായാലും ഈ $20 million കയ്യിൽ കടന്നിട്ട് എനിക്ക് എന്തൊക്കെയോ മതിലുണ്ട്. ഏതായാലും നമുക്ക് പെട്ടെന്ന് ഒരു വീടും കാര്യങ്ങളൊക്കെ വെക്കണം. സോ ഗൈസ്, അപ്പം ഞാൻ പ്ലാൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് തന്നെ അത്യാവശ്യം കിടിലൻ വീടാണ്. കണ്ടോ, എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് തന്നെയാണ്. അപ്പോൾ ഈ വീട് എനിക്ക് ഉണ്ടാക്കേണ്ട തോന്നുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ച് ഫെസിലിറ്റീസൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം ഒരു വീട്ടിലത്തെ. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ലോസ് ആൻഡോസ് കൊറിയർ സർവീസിനോട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഏകദേശം സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറയണം. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോലെ വിളിച്ചു നോക്കാം. സത്യത്തിൽ നല്ലോണം എക്സൈറ്റഡ് ആണ്. ഏതായാലും നമുക്ക് വിളിക്കാം. ഹലോ, ലോസ് ആൻഡോസ് കൊറിയർ സർവീസ് അല്ലേ? ലോസ് ആൻഡോസ് കൊറിയർ സർവീസ് ആണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും, അതായത് എല്ലാ ലക്ഷറി സാധനങ്ങളും എനിക്ക് വേണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ പ്രൈവറ്റ് ജെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും? പിന്നെ പ്രൈവറ്റ് ജെറ്റ് ഒക്കെ ഉണ്ട്. അതിന് നിങ്ങൾ മുന്നേ തന്നെ എന്തെങ്കിലും പേപ്പർ. പ്രൈവറ്റ് ജെറ്റിനൊക്കെ എത്രയാണ് വില? $500,000 വരും. വെറും $500,000 ഉള്ളൂ? അതൊന്നും എനിക്ക് സീനില്ല. ഞാൻ എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനം വാങ്ങിക്കോ. പിന്നെ പ്രൈവറ്റ് ജെറ്റ് വാങ്ങാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോ ഗൈസ്. അപ്പോൾ ഏതായാലും ഈ ഒരു വീട്ടിലേക്കുള്ള പല സാധനങ്ങളും ഞാൻ ഇനി വാങ്ങാൻ പോവാണ്. സോ ഗൈസ്, കണ്ടോ ഫ്രാങ്ക്ലിൻ്റെ മുഖം കണ്ടില്ലേ? ഏതാവൻ്റെ ചിറി. നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഷിൻജാനും കണ്ടില്ലേ? ഷിൻജാനെ പേര് കണ്ടോ? എപ്പോഴും ചിരിച്ചാണ്ടാണ് ഷിൻജാന്. അപ്പം എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊന്ന് കിടന്നുറങ്ങാം. അപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ ആകുമ്പോഴത്തേന് എല്ലാ സാധനവും കിട്ടും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് ലോട്ടറി അടിച്ച് സോ ഗൈസ്, അപ്പോൾ ഫ്രാങ്ക്ലിൻ എണീറ്റ് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയാളെന്ന് വിളിച്ചിട്ട് എവിടെയാണ് വരികയെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, മേലക്കൂടെ ഒരു പ്ലെയിൻ പോകണുണ്ടല്ലേ? അപ്പോൾ ഏതായാലും ഇന്നോ നാളെ ആയിട്ട് ഞാൻ അങ്ങനത്തെ ഒരു പ്ലെയിൻ വാങ്ങാൻ പോവാണ്. ഇനി ഫുള്ള് ഫ്രാങ്ക്ലിൻ ഇനി പാവല്ല, ഫുൾ റിച്ച് ലൈഫാണ് ഇനി ഫ്രാങ്ക്ലിന് ജീവിക്കാൻ പോണത്. ലോസ് ആൻഡോസ് കൊറിയർ സർവീസ് അല്ലേ? അപ്പോൾ അവർ ഞാൻ പറഞ്ഞ സാധനങ്ങൾ എടുക്കാൻ കൊണ്ടുവരാം. ലൊക്കേഷൻ ഒന്ന് അയച്ചു തരുമോ വാട്സാപ്പിൽ? ഓക്കെ സർ, ഞാൻ നിങ്ങളുടെ നമ്പറിലേക്ക് ലൊക്കേഷൻ അയച്ചു തരാം. ഓക്കെ, ലൊക്കേഷൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഏതായാലും നമുക്ക് പോവാം. അപ്പോൾ നമ്മളാണിപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫുൾ സാധനങ്ങൾ ഒരു വണ്ടിൻ്റെ ഉള്ളിലേക്ക് സെറ്റപ്പാക്കി വെച്ചിരിക്കണ്. ഇതിൽ ഫുള്ള് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും നമ്മൾ ഫ്രാങ്ക്ലിൻ വാങ്ങിക്കണേ. കണ്ടോ, ഇതിൻ്റെ കൊട്ടയിൽ ഫുള്ള് സാധനങ്ങളാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ സാധനങ്ങളും നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. ഇതാണ് ഈ വലിയണില്ലല്ലോ ഈ വണ്ടി. അതാണ്ട് നമ്മുടെ ഷിൻജാൻ കണ്ടോ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ ഷിൻജാനെ വാ. ഈ ഫ്രാങ്ക്ലിൻ എന്താ വണ്ടി നിർത്താത്ത? ഓക്കെ, അപ്പോൾ ഏതായാലും ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചിടാം. അതേക്കാരം ഒന്നുകൂടി എളുപ്പം. അപ്പോൾ വീട്ടിലേക്ക് വേഗം നമുക്ക് സാധനങ്ങൾ ഇറക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളേതായാലും നമ്മൾ ഒരു ഫുൾ ട്രക്കിൽ സാധനങ്ങൾ കൊണ്ടുവന്നിക്കണേ. അപ്പോൾ നമ്മുടെ ഷിൻജാത വന്നുകൊണ്ടിരിക്കണേ. അവിടെ ഷിൻജാനെ വാമക്ക് ഏതായാലും ഇതിത്തെ ഫുൾ സാധനങ്ങൾ അടിയിലേക്ക് ഇറക്കണം. അപ്പോൾ ഏതായാലും ഇത് ഫുള്ള് ഇറക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ട്രക്കിൽ നിന്ന് എല്ലാ സാധനവും ഇവിടേക്ക് ഇറക്കിക്കണേ. അപ്പോൾ എന്തൊക്കെയല്ല വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ടേബിൾ, അതായത് നമ്മുടെ ഷിൻജാൻ ഒരു ചെറിയ ഇറക്കനായതുകൊണ്ട് ഷിൻജാൻ ഇരിക്കാൻ പറ്റിയൊരു ടേബിൾ വെച്ചിക്കണേ. പിന്നെ അത് അവിടെ കുറേ ഫ്ലവറിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിക്കണേ. കണ്ടോ, പിന്നെ കസാല വാങ്ങിക്കണേ. പിന്നെ കിച്ചണായിട്ടുള്ള ഫുള്ള് സെറ്റപ്പ് ഞാൻ ഇവിടെ ഒരുക്കി. പിന്നെന്തൊക്കെയാണ്, പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റിൻ്റെ കുറച്ച് സാധനങ്ങൾ വെച്ച്. പിന്നെ ഇതാണ് കോഫി മേക്കർ. ഫ്രാങ്ക്ലിനാണെങ്കിൽ ഒരു കോഫിൻ്റെ അഡിക്റ്റാണ്. പിന്നെ ഇവിടെ മാറ്റ് വാങ്ങിക്കണ്. അത് ചോപ്പിൻ്റെ അവിടെ വിരിക്കാനൊക്കെ ഈ ഒരു മാറ്റൊക്കെ വാങ്ങിക്കണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിയ സംഭവങ്ങൾ. ഇനി ഏതായാലും നമുക്കിതൊക്കെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. അപ്പോൾ അതിനൊക്കെ കുറച്ച് ആൾക്കാരെ വിളിക്കണം. കാരണം ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഫ്രാങ്ക്ലിൻ ആകെ ഓടിയോ അപ്പോൾ ഇതിന്.
A few moments later. ഗൈസ് അപ്പോൾ നമ്മളാണിപ്പോൾ ഓരോ സാധനങ്ങൾ വീട്ടിൻ്റെ ഓരോ സ്ഥലത്തേക്ക് വെച്ചിക്കണേ കണ്ടോ. ഇവിടെ ആര് ചെടിയൊക്കെ വെച്ച് ഇവിടെ സെറ്റപ്പ് ആക്കി, ഇവിടെയൊക്കെ ചെടി വെച്ചിക്കണേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ലോട്ടറി അടിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് പർച്ചേസ് ഇതാണ്. ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതായാലും ഒരു പുതിയ വണ്ടി വാങ്ങി. ഇതാണ് ആ വണ്ടി. ഇത് V8 എഞ്ചിനാണ്. V8 എഞ്ചിൻ്റെ പവർ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതായാലും ഇതും വെച്ച് ഓഫ് റോഡ് പോകാൻ കിടിലനെ ഇക്കാരത്. അപ്പോൾ അതിനായിട്ടാണ് ഞാനിത് വാങ്ങിയത്. നമ്മളെ ഷിൻജാനം വെച്ചിട്ട് ഓഫ് റോഡ് പോകണ ഇനി കുറച്ച് വീഡിയോസൊക്കെ വരും. അവിടെ ഷിൻജാന പുതിയ വണ്ടി വാങ്ങിയത്. ഫ്രാങ്ക്ലിനോട് അപ്പളേ പറഞ്ഞാണ് ഇത്ര വലിയ വണ്ടിയൊന്നും വാങ്ങണ്ടെന്ന്. ഈ ചെറിയ ശരീരം കൊണ്ട് എങ്ങനെയാണ് ഞാൻ ഈ വണ്ടി കയറുക? ഓ അത് കാര്യമാണ്. ഈ ഷിൻജാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയൊരു അടക്കം അതിർത്ത് ഈ ഷിൻജാൻ എങ്ങനെയാണ് ഈ വണ്ടിക്ക് കയറുക പറയണേ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് എനിക്കറിയില്ല. ഒരു കോണി വെച്ചിട്ട് ഈ കാര്യം നമ്മുടെ ഷിൻജാന മേലെ കയറ്റുന്നുണ്ട്. ഷിൻജാന് വണ്ടി കയറാൻ പറ്റുന്നുണ്ടോട്ടെ കണ്ടോ. ഷിൻജാന് വണ്ടി കയറാൻ പറ്റണില്ല. ഇതിപ്പം ചെറിയൊരു ചെറുക്കനാണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ നിർത്തിയിടേണ്ടി വരും വണ്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വാങ്ങിയ ഒരു വണ്ടി. ഒരു കിടിലം വണ്ടിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ സെറ്റ് ഉണ്ടോ. നമ്മുടെ സോക്കാപ്സറൊക്കെ ആയിട്ട് ഫുൾ ഓഫ് റോഡ് സ്പെക്കിൽ വണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ കൊട്ട. ഇതിക്ക് നമ്മുടെ ഷിൻജാനത്തിൽ കടത്തിയിട്ട് നമുക്ക് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങി. അപ്പോൾ ഇത്ര ഉള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് ലോട്ടറി അടിച്ചതിന് ശേഷം എല്ലാം വാങ്ങി പർച്ചേസ് ചെയ്ത കുറച്ച് വീഡിയോ ആണ്. അപ്പോൾ ഏതായാലും ഇനി കിടിലം വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ഏതായാലും ഇനി കുറച്ച് വണ്ടികളും പ്രൈവറ്റ് ജെറ്റൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ വാങ്ങിയാണ്ടോ ഒരു ചെണ്ടയും കൂടി വാങ്ങിക്കണോനി കണ്ടോ. അപ്പോൾ ഫുൾ ഹാപ്പിയാണ് കേട്ടോ ഫ്രാങ്ക്ലിന് പൈസ ഉണ്ടായത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 300 ലൈക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ബട്ടൺ അടിച്ചാണ്ട് പൊളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. ബൈ.